الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയ ഈ ആയത്ത് ഓതിരിക്കുമ്പോൾ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല സ്വർഗ നിവാസികളെ വിഷയമായിട്ട് ഇത്രത്തോളം ഞങ്ങൾ ചർച്ചയാക്കിയത്. അതിൽ അല്ലാഹു ചൊല്ലുന്നു വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. സാബിഖീങ്ങളായ ആൾമാരെ വിഷയമാക്കിയിട്ട് എ ഗ്രേഡിൽ സ്വർഗത്തിൽ പോണ്ട ആൾമാരെ ആ വിഷയ വസ്തു ചൊല്ലുത്തു. എന്നിട്ട് ചൊല്ലുത്തു അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന. സാധാരണ സൗഭാഗ്യವಂತರು ആ ഒരു വിഭാഗത്തെ ആൾമാരെ വിഷയം ചൊല്ലുത്തു. ഇനിയിപ്പോ ചൊല്ലുന്നതിരെ ചൊല്ലുന്നെങ്കിൽ ഹതഭാഗ്യർ, ഭാഗ്യമില്ലാത്ത ആൾമാർ, നരക നിവാസികളെ വിഷയമായിട്ട് ഇങ്ങനെ ഖുർആൻ ചൊല്ലുന്നത്. ഖുർആനിൽ അല്ലാഹു തആല ചൊമ്മ ജാഗയിൽ നരകത്തെ വിഷയം ചൊല്ലുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ ജാഗയിൽ വ്യത്യസ്തമായ രീതിയിൽ നരകത്തെ വിഷയം അല്ലാഹു ചൊല്ലുന്നുണ്ടെങ്കിലും സൂറത്തുൽ വാഖിയ അത് ഒന്നും കൂടെ ഭയങ്കരമായ സ്ട്രോങ് ആയിട്ട് പടച്ചുറപ്പ് നരകത്തെ വിശേഷമുണ്ട്. യഥാർത്ഥത്തില് ഇത് ആർഗാവുള്ളൊരു വിഷയമായിട്ടൊന്നും ആരും വിചാരിക്ക് പോകണ്ട. ചൊല്ല് നാനും ഭർത്താക്കും കൊല്ല വിഷയമായിട്ട് നരകത്തെ വിഷയമായിട്ടുണ്ട്. എത്രയോ മഹാന്മാർ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആൾമാർ നരകത്തെ വിശദീകരിക്കുന്ന ആയത്ത് ഇങ്ങനെ എത്തുമ്പത്തുക അതിൽ പിന്നെ അതിന് കണ്ടിന്യൂ ആക്കും അങ്ങനെ കൊണ്ട് ആയിട്ടില്ല എന്ന് ചൊന്നിട്ടായിട്ട് ചരിത്രം ചൊല്ലി ഓർക്ക. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ല ഇങ്ങനെ ഈ ആയത്ത് ഓതിയിട്ട് ഫഅൻദർതുകും നാറൻ തളല്ല നിങ്ങൾക്ക് താനെ ഭയങ്കരമായ കഠോരമായ നരകത്തെ എച്ചരിക്ക തന്നോണ്ടില്ല അർത്ഥമുണ്ട്. നരകത്തെ വിശദീകരിക്കുന്ന ആയത്തെത്തിട്ടാകുക മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതിൽ പിന്നെ ആയത്ത് കണ്ടിന്യൂ ആക്കുന്ന കഴിയില്ല ചെന്നിട്ടായിട്ട് അതിന് മുൻതുവരത്തിന്റെ ഭാഗ അയാൾ ഓതുന്ന കഴിയില്ല. പിന്നെ അയാള് സൂറത്തെ വേറെ ഓതിയ ചെന്നിട്ടായിട്ട് കാരണം അത്രയും കഠോരമായ ഒരു വിഷയമായിട്ട് നരകാശുന്നുണ്ടായെങ്കിൽ അങ്ങനെ ഖുർആനിൽ വ്യത്യസ്തമായ ജാഗയിൽ വ്യത്യസ്തമായ രീതിയിൽ നരകത്തെ പരിചയാക്കേണ്ടെങ്കിൽ സൂറത്തുൽ വാഖിയ അതിനൊക്കെയാണ് സ്ട്രോങ് ആയിട്ട് പരിചയാക്കുന്നത്. ഇങ്ങനെ നോക്കൊരു പരിശുദ്ധ ഖുർആനില് ഇബാദുർ റഹ്മാൻ ചൊല്ലൊരു വിഭാഗമുള്ളാണ്. ഇബാദുർ റഹ്മാൻ ചൊല്ലുന്നെങ്കിൽ പടച്ച റബ്ബുടെ ദാസന്മാർ, അള്ളാഹുടെ ഏറ്റവും മുട്ടത്തെ ദാസന്മാർ. അങ്ങനെ ഖുർആൻ പരിചയാക്കുന്ന സൂറത്തുൽ ഫുർഖാൻ ഉണ്ട്. അങ്ങനെ ഈ പരിചയാക്കുമ്പോത്തുക അവിടെ ചൊല്ല് വല്ലദീന യഖൂലൂന റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അവിടെ അല്ലാഹു ചൊല്ല് വല്ലദീന യഖൂലൂൻ ഇബാദുർ റഹ്മാൻ ചൊല്ലെ ആൽമാർ, ഇബാദുർ റഹ്മാൻ അള്ളാഹുടെ ദാസന്മാർ ചൊല്ലുന്നുണ്ടു. ആ വിശേഷത്തുള്ള ആൽമാർ അങ്ങ വല്ലദീന യഖൂലൂൻ അങ്ങ് നിരന്തരമായിട്ട് അങ്ങ് ദ്വാർന്നൊട്ടിക്കുക, നിരന്തരമായിട്ടും ഒർക്കല്ല. വല്ലദീന യഖൂലൂന ചൊന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിലെ സൂചനാക്കട പദമായിട്ട് യഖൂലൂൻ ചൊന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂച്ചറിലെ സൂചനാക്കട പദ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ദ്വാർക്കിടാറ് ചൊന്നിട്ടായിട്ട് മുഫസ്സിരീങ്ങ ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് சொல்றார். وهذا يدل على انهم مستمرون في هذا الدعاء لا يتركونه في جميع احوالهم. എല്ലാ ടൈം അങ്ങ് ദ്വാർക്കുവാർ ആര് അല്ലാഹുവിന്റെ ദാസന്മാർ. എന്തിനിട്ട്
റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചറബ്ബേ നരകത്തെ അദാബിടെ ജഹന്നമിടെ അദാബിടെ തൊട്ടു നന്റെ നീ ദൂറാക്ക്, നന്റെ നീ ദൂറാക്ക്. ഇന്ന അദാബഹ കാന ഗറാമ, ആ നരകത്തെ അദാബ് ചെന്നുണ്ടെങ്കിൽ, നരകത്തെ ശിക്ഷ ചെന്നുണ്ടെങ്കിൽ കാന ഗറാമ, അത് ഭയങ്കര കഠോരമായിട്ട് ചൊല്ലേ. ആ ആയത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ ആയത്ത് നമ്പർ 65 അള്ളാഹു ഞങ്ങൾ പിടിപ്പാട്ട. അപ്പൊ ഇവിടെ അള്ളാഹു ചൊല്ലുന്നതിരെ ചെന്നുണ്ടെങ്കിൽ നല്ല ആൽമാർ അള്ളാഹുടെ ദാസന്മാർ എപ്പോഴും നരകത്തെ തൊട്ട് പടച്ചറബ്ബേ നീ കാക്ക്, നരകത്തെ തൊട്ട് നീ കാക്ക് റബ്ബേ ചെന്നിട്ടു എപ്പോഴും അങ്ങ് ദ്വാരത്തൊട്ടിക്കുവാറ് ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുന്നോട്ട് ചൊല്ലും. കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ നരക ചൊല്ലത് ഞങ്ങൾ വിചാരിക്കും പോലല്ല, ഞങ്ങൾ വിചാരിക്കും പോലത്തെ തീയെന്തോ അല്ല നരകത്തത്. അത് ഭയങ്കരമായ കഠോരമായ തീയായിട്ട് ചൊല്ലുന്നതായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ല്. അതിന്റെ കാരണത്തിലായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒർക്ക നടന്നുകൊണ്ട് പോയിട്ടിരിക്കുമ്പോഴത്തേക്കു ഒരു പക്ഷി ഒരു തൈയുടെ മേലിങ്ങനെ ധരിച്ചോണ്ടിരിക്കുമ്പോഴത്തുക അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പക്ഷിയെ നോക്കിയിട്ട് ഇങ്ങനെ ചൊല്ലേ, തൂബാ ലക്കിയ ഫൈർ, ഓ പക്ഷിയെ എന്തോ ഒരു കൊസിയല്ലേ നിക്ക്, എന്തോ ഒരു കൊസി നിക്ക്, തതീറു ഫതഖു അല ഷജറ, നീനിങ്ങനെ പാരിയോണ്ടിരിക്കര ഒരു മരത്ത് പിന്നൊരു മരത്തേക്ക് നീ പാരിയോണ്ടിരിക്കര. എന്നിട്ടാ പാരിയോണ്ടിരിക്കുമ്പോഴത്തേക്കു ആ മരത്തുള്ളിലെ എന്തെങ്കിലും ആഹാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ നെത്തിനിട പിന്നെയും വേറൊരു ജാഗയെ നീ പാറ ആയെങ്കില നിക്ക് ഹിസാബില്ല, നിനക്ക് റബ്ബടെ മുന്നിൽ ജഡ്ജ്മെന്റ് ഇല്ല, നരക ചൊല്ലത് നിക്കില്ല, എന്തോ ഒരു കൊസിയല്ലേ നിക്ക്, നിന്റെ പോലെ നാനുമായിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ചൊന്നിട്ടായിട്ട് ആര് ചൊല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലേ. ആ പക്ഷിയെ പോലെ നാനായിട്ടുണ്ടെങ്കിൽ ആ നരകത്തെ അദാബിനെ ഞാൻ ഫേസാക്കൊടുക്കില്ല എന്നല്ലേ ചൊന്നിട്ടായിട്ട് ഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നിട്ടുണ്ടെങ്കിൽ. അത് മാത്രല്ല ഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെയും ചൊല്ലു, നാന് ഒരു അള്ളാഹുടെ ദാസന്മാരെ ഒരാളിലെ നെഞ്ഞിലവിടെ മുടിയായിട്ടുണ്ടെങ്കിലും എത്ര നല്ലെന്ത്, കാരണം നാനൊരു മനുഷ്യായിട്ട് ജീവിക്കുന്ന കാരണത്തിലായിട്ട് അള്ളാഹു തന്റെ നരകത്തെ നാണ് ഫേസാക്കണല്ലേ, അത് എങ്ങനെ നിനക്ക് സാധ്യമാവും ചൊന്നിട്ടായിട്ട് അത്രയും സൂക്ഷ്മയോട് കൂടെ ജീവിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും ചൊന്നിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് മാത്രല്ല ഒർക്ക മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ആട് കുഞ്ഞിരിങ്ങനെ കാണ്ട്, അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലേ, യാ ലൈതനി കുന്തു കബ്ശാഹിലി, ഓ ആടേ നാണ് നിന്റെ പോലത്തെ ഒരു ആടായിട്ടുണ്ടെങ്കിൽ എത്ര നല്ലെന്ത്, നാണും നിന്റെ പോലത്തെ ഒരു ആടായിട്ടുണ്ടെങ്കിൽ എത്ര നല്ലെന്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നക്ക് ആഹാരം തണ്ടാറ്, കൊരിനാളാകുമ്പോ നന്റെ പാലങ്ങ് എടുക്കാറ്, കൊരിനാളായാൽ പിന്നെ നന്റെ അറക്കിടാറ്, തിന്നിടാറ്, തിന്തൊടങ്ങി. അതേ സന്ദർഭത്തില ജഡ്ജ്മെന്റ് എന്തോ റബ്ബടെ മുന്നിലില്ല, ഹിസാബ് റബ്ബടെ മുന്നിലില്ല, നരകെന്തും ഇല്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലെന്ത് ചൊന്നിട്ടായിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ആട്ടെ കാണുമ്പോൾ ചൊന്നിട്ടുണ്ടെങ്കിൽ ഇതിലെ കാരണം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നരകത്തെ പേടിയായിട്ട് ആ സ്വഭാവത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വർഗത്തെ ടിക്കറ്റ് പോലും കൊടുത്തിട്ടായിട്ട് ആയെങ്കില നരകത്തെ പേടി അങ്ങനെ കൽബിടെ പോയിട്ടില്ല ചൊന്നിട്ടായിട്ട്, നരകത്തെ പേടി അങ്ങനെ കൽബിടെ പേടി പോയിട്ടില്ല ചൊന്നിട്ടായിട്ട് ചരിത്ര ചൊല്ല്. മാത്രല്ല മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒർക്കിങ്ങനെ നടന്നുകൊണ്ട് പോയിട്ടിരിക്കുമ്പോഴത്തേക്കു ഒരു ഔത്തുലെ ഒരു ആള് ഇങ്ങനെ ഖുർആൻ ഓതിയിട്ടുണ്ടു. ആ ഖുർആൻ ഓതുമ്പോത്തുക ആ ഖുർആന്റെ ആയത്തോട് എത്തിയിട്ട് ചൊല്ലുന്ന ഇന്ന അദാബ റബ്ബിക ലവാഖിയ, പടച്ച റബ്ബുടെ ശിക്ഷ ചൊല്ലത് അത് എല്ലാവർക്കും ഉള്ളതി ചൊന്നിട്ടുള്ളേ ആയത്ത് എത്തിട്ടാമത്തുക ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഓത്തിങ്ങനെ കേട്ടിട്ടാമത്തുക അതിരെ മീനിങ് അർത്ഥത്തെ തിങ്കാക്കിട്ടാമത്തുക ഉമർ ഖത്താബ് അമർത്തപ്പെട്ട് പോത്തു ചൊന്നിട്ടായിട്ട് അത്രത്തോളം നരകത്തെ വിഷയം കേൾക്കുമ്പോത്തുക അങ്ങ അമർത്തപ്പെട്ട് പോന്നോണ്ടിരുന്നാറ്. മാത്രല്ല അത്രയും പേടിച്ചോണ്ടിരുന്നാറ് ചൊന്നിട്ടായിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കുമ്പോൾ കാണാൻ സാധ്യമാവുള്ളൂ. എന്നിട്ട് മാത്രല്ല മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിൽ ചൊല്ലേ, ലൗ അന്നനി ബൈനൽ ജന്നതി വൻ നാരി ലാ അദ്രി ഇലാ അയ്യതിഹിമാ യുമറു ബി,
അതേ നന്റെ അല്ലാഹു തആല സ്വർഗത്തെ അല്ലെങ്കിൽ നരകത്തെ ഇടയിൽ വെച്ചിട്ട് ഉസ്മാനെ നീന് ഇതിൽ ഏത് സെലക്ട് ആക്കടാന്ന് ചൊന്നിട്ടുണ്ടെങ്കിൽ അപ്പ ഉസ്മാനപ്പൻ ചൊല്ലേ ഞാൻ അപ്പ സെലക്ട് ആക്കണേ നാനൊരു പെണ്ണൂറായി പോയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല എന്ത് ചൊന്നിട്ടായിട്ട് കാരണ നരകാചുള്ള കാണുമ്പോ ആവില്ല സഹിക്കൊണ്ടു ആവില്ല അതിന് പേടി ഭയങ്കരമായ പേടിയായിട്ട് ನಾನು പെണ്ണൂറായി പോയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല എന്ത് ചൊന്നിട്ടായിട്ട് ആ സന്ദർഭത്തിൽ പോലും പെണ്ണൂറാവിടുന്ന ನಾನು സെലക്ട് ആക്കുക ചൊന്നിട്ടായിട്ട് ഹാനായ ചൊന്നിട്ടുണ്ടെങ്കിൽ സ്വഹാബത്തിലെ ടോട്ടലി ചരിത്രം എടുത്ത് നോക്കുമ്പോഴത്തുക ഇതേപോലത്തെ ചരിത്രമായിട്ട് എല്ലാ സ്വഹാബത്തും നരകത്തെ വിഷയം കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പോയാൽ അതായിട്ട് ഖുർആൻ ഞങ്ങളെ മുന്നിൽ എടുത്തു ചൊല്ലു ഹതഭാഗ്യർ ഭാഗ്യമില്ലാത്ത ആൾമാർ അല്ലെങ്കിൽ ചെന്നെങ്കിൽ എടുത്ത കയ്യിൽ അള്ളാഹു താല കിതാബ് കൊടുക്കുന്ന കൊരിയാൾമാരുള്ള അങ്ങനെ പത്ത് കയ്യിൽ അള്ളാഹു അങ്ങനെ കിതാബ് കൊടുക്കുന്നല്ല അങ്ങനെ എടുത്ത കയ്യിലായിട്ട് കിതാബ് കൊടുക്കേ ആ എടുത്ത കയ്യിൽ കിതാബ് കിട്ടുന്ന ആൾമാര് അങ്ങനെ അവസ്ഥന്തിരെ നബിയെ നിങ്ങൾ കുന്തുണ്ട ആങ്കുൽ അവസ്ഥന്തിരെ നബിയെ നിങ്ങൾ കുന്തുണ്ട ഇത് അങ്ങനെ അവസ്ഥന്തിരെ കുന്തുണ്ട ഫീ സമൂമിൻ വഹമീം അങ്ങ ഫീ സമൂം ചൊന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ചൂടുള്ള കാത്തായിട്ട് കിറങ്ങായിക്കര് ഫീ സമൂമിൻ വഹമീം ഫീ സമൂം ചൊന്നെങ്കിൽ ഭയങ്കരമായ ചൂട് കാത്ത് ഭയങ്കരമായ ചൂട് കാത്ത് അതേപോലെ ഇത്ര ഓരോരോ വിഷയം ചർച്ചയാക്കണമുണ്ട് അതിനാ ചർച്ചയാക്കുന്ന അർത്ഥം വെച്ചിട്ട് ഹമീം ചൊന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ചൂടുള്ള തണ്ണിയും അങ്ങനെ ഉണ്ടോ ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലി ഭയങ്കരമായ ചൂട് കാത്തും ഭയങ്കരമായ ചൂടുള്ള തണ്ണിയും അങ്ങ് കൊണ്ടു എന്നിട്ടാ പിന്നെയും അള്ളാഹു ചൊല്ലേ കറുകറുത്തതായ ഭയങ്കരമായ പുകയുടെ ജനലും അങ്ങ് കൊണ്ടു ചൊന്നിട്ടായിട്ട് ഖുർആൻ ഞങ്ങളെ മുന്നിൽ പഠിപ്പാട്ട് ആർക്ക് ഹതഭാഗ്യര് ചൊല്ലി ആൾമാർക്ക് കറുകറുത്തതായ ഭയങ്കരമായ പുകയും അങ്ങനെ ഒരു തെനലായിട്ട് നിൽക്കോ ചൊന്നിട്ടായിട്ട് ഖുർആൻ പഠിപ്പാട്ട് ആ തെനല് ചൊല്ലത് അതങ്ങക്ക് ഒരു കൂലായിട്ട് അങ്ങ് കിട്ടില്ല അതേപോലെ ഒല കെരിയും അങ്ങക്ക് ഒരു അങ്ങക്ക് അതിരെ ആ ഒരു പുകയിടങ്ങ നല്ല നിലക്ക് അങ്ങ് കാണുമില്ല കാണുന്നത് സാധ്യമാവില്ല അങ്ങനത്തെ തെനലായിട്ട് കിട്ടേ ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലു എന്നിട്ട് അല്ലാഹു പിന്നെ അല്ലാഹു ചൊല്ലു ഇതെല്ലാം ഞാൻ കൊടുക്കണില്ല കാരണം നരകത്തെ വിഷയങ്ങൾ ചൊല്ലു അതിലെടുക്ക് അല്ലാഹു ചൊല്ലു ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ ഇതിനാണ് അങ്ങ് കൊടുക്കണില്ല കാരണം ദുനിയാവിൽ അങ്ങക്ക് ബേക്കാ വിട്ട് ജീവിച്ച കാരണത്തിലായിട്ട് ദുനിയാവിൽ അങ്ങക്ക് ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ച തന്റെ തത്വം പോലെ അങ്ങ് ജീവിച്ചില്ല അങ്ങനെ വേണം പോലെ അങ്ങ് ജീവിച്ചാറ് ഈ കാരണത്തിലായിട്ട് ഈ ഒരു ശിക്ഷ ചെന്നിട്ടായിട്ട് അല്ലാഹു ചൊല്ലു അർത്ഥ ക്ലിയർ ആയിട്ട് ನೆನಪಿಕ್ಕರು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಅರ್ಥത്തെ വ്യാഖ്യാന ധാരാളമായ വ്യാഖ്യാനായിട്ട് അതിനാണ് ആളുകൾ ചൊല്ല ഈ സമൂഹം ചൊന്നിട്ടെങ്കിൽ റീഹുൻ ഹാർ ഭയങ്കരമായ സ്ട്രോങ് ഉള്ള കാത്തു ചൊന്നിട്ടായിട്ട് സമൂഹം ചൊന്നിട്ടെങ്കിൽ അതേപോലെ പിന്നെ ഹമീം ചൊന്നിട്ടെങ്കിൽ ഭയങ്കരമായ ചൂടുള്ള തണ്ണി ചൊന്നിട്ടായിട്ട് ഹമീം ചൊന്നിട്ടെങ്കിൽ ഈ സമൂഹം ഹമീം ലില്ല് ചൊന്നെങ്കിൽ തെനലായിട്ട് മീ യഹ്മൂം ചൊന്നിട്ടെങ്കിൽ നല്ല ദട്ടമായ കറുകറുത്ത തെനല് ചൊന്നിട്ടായിട്ട് ആ മീ യഹ്മൂം ചൊന്നിട്ടെങ്കിൽ കറുകറുത്തതായ ദട്ടമായ പിന്നെ പുക ചൊന്നിട്ടായിട്ട് അർത്ഥം ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കിയുള്ള വിഷയ നാലക ചൊല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാരെയും സ്വർഗ നിവാസികളെ കൂട്ടത്തില് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ്ബേ ഞങ്ങളെ ജീവിതത്തില് ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർ ഞങ്ങളെ കൂട്ടുകുടുംബത്തങ്ങ ഞങ്ങളെ മജ്‌ലിസിലേക്കിറങ്ങ പടച്ചറബ്ബേ ഞങ്ങൾ എല്ലാവരും നിന്റെ ദാസന്മാരായിട്ടിക്കറ നിന്റെ അടിമനായിട്ടിക്കറ ജീവിതത്തിൽ ചൊന്ന തപ്പാക്കിയ ആൾമാരായിട്ടിക്കറ പടച്ചറബ്ബേ ഞങ്ങൾ ഈമാൻ കുറഞ്ഞ ആൾമാരായിട്ടിക്കറ തഖ്വ കുറഞ്ഞ ആൾമാരായിട്ടിക്കറ ഇബാദത്തിൽ ഇഖ്ലാസ് ചൊല്ലത് ഇല്ലാത്ത ആൾമാരായിട്ടിക്കറ പടച്ചറബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പ് തന്നിട്ട് ആ മുശ്രിക്കീങ്ങ അബൂജഹൽ പോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുങ്ങ ആ നരകത്തിൽ കരിയമ്പത്തുകൂ അങ്ങനെ ഒട്ടികമേ നരകത്തില് ഞങ്ങളെയും നീ കരിക്കണ്ട റഹ്മാന്
അതിലൊട്ടികമേ നരകത്തില് ഞങ്ങളെയും നീ പ്രവേശിപ്പിക്കേണ്ട റഹ്മാനെ. അല്ലാഹുവേ, അസ്ഹാബുൽ മൈമന സാബിഖീങ്ങളുടെ കൂട്ടത്തിൽ നീ പെടുത്തില്ലെങ്കിലും അസ്ഹാബുൽ മൈമനത്തെ കൂട്ടത്തിൽ പെടുത്തിയെങ്കിലും അല്ലാഹു നീ ഞങ്ങളെ സലാമത്തിലാക്കണം റഹ്മാനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി